ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് ഒരു ക്ഷേത്ര കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയതിൻ്റെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോഴിക്കോട്ട് കുന്നമംഗലത്തിനടുത്തുള്ള ചെലൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര മഹാകമ്മിറ്റി. അപ്പോൾ അവർ പറയുന്ന ഈ ക്ഷേത്രഭൂമിയും ക്ഷേത്ര പരിസരമൊന്നും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് വിട്ടു നൽകാൻ പറ്റില്ല. മലബാർ ദേവസ്വം ബോർഡ് നിയമത്തിൽ അങ്ങനെ ഒരു ആക്റ്റ് ഇല്ല. പക്ഷേ കഴിഞ്ഞ വർഷം വരെ ഇതൊക്കെ വിട്ടു നൽകിയതാണ്. ഇത് തന്നെയല്ലേ പണ്ട് കണ്ണൂരിൽ സംഭവിച്ചത്. അന്ന് CPM-കാർ ഈ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ഒന്ന് ഹൈജാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ CPM-ൻ്റെ ആൾക്കാർ തന്നെ ഈ ബാലഗോകുലത്തിനൊപ്പം ചേർന്ന ഒരു നിലപാടും കണ്ടു. എന്താണ് ഈ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ചില നിലപാടുകൾ ക്ഷേത്ര കമ്മിറ്റികൾ സ്വീകരിക്കുന്നത്? അല്ല, ഈ ശ്രീകൃഷ്ണ ജയന്തി എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം എന്ന് CPM-ന് ഒരു പിടിയില്ല. ഇപ്പോഴും വർഷം കുറേയായി അവരത് ബുദ്ധിമുട്ടുന്നു അതിനായിട്ട്. ശ്രീകൃഷ്ണ ജയന്തി, ഗണേശോത്സവം, ഇതൊക്കെ കൊണ്ട് ഇതെന്തോ BJPക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ഗുണം കിട്ടുന്നുണ്ടാവാം. എന്തുകൊണ്ട് കിട്ടുന്നു എന്ന് ആലോചിക്കുന്നതിന് പകരം എങ്ങനെ ഇത് ഇല്ലാതാക്കാം എന്ന് CPM വിചാരിക്കുന്നു. അതാണ് CPM-ൻ്റെ പ്രശ്നം. ഈ അമ്പലങ്ങളെ ചുറ്റിപ്പറ്റി RSS വളരുന്നു, അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരം വിട്ടുകൊടുക്കില്ല, വേണ്ടപ്പ. ഇപ്പോൾ എറണാകുളത്ത് വലിയ ഗംഭീര ഘോഷയാത്ര നടക്കാറുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ്? ഒരമ്പലത്തിലുമില്ല, മണപ്പാട്ടിപ്പറമ്പ് മൈതാനത്താണ്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അമ്പലപ്പറമ്പ് കിട്ടിയേ മതിയാകൂ എന്നുള്ള വാശിയൊന്നും ശ്രീകൃഷ്ണ ജയന്തിയുടെ സമയത്ത് ഇല്ല. ഒരാൾ ആ കമ്മിറ്റി കൂടിയിട്ട് ഇവിടെ കാല് കുത്താൻ പറ്റില്ല, വേണ്ടിടും അവിടെ കാല് കുത്തുന്നില്ല. വെറുതെ റോഡിലങ്ങ് അസംബിൾ ചെയ്തിട്ട് ഘോഷയാത്ര അങ്ങ് തുടങ്ങും. ഇനി മൈതാനം ആവശ്യമില്ല. മൈതാനം ഉണ്ടെങ്കിൽ അവിടെ കുറേ കൂടെ ഓർഗനൈസ്ഡായിട്ട് ചെയ്യാൻ പറ്റും. മൈതാനം ഇല്ലാത്ത സ്ഥലത്തും ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര നടക്കാറുണ്ട്. തിരുവനന്തപുരത്ത് നടക്കും. പുത്തിരിക്കണ്ടം മൈതാനം വിട്ടുകൊടുത്തിട്ടാണ്. പുത്തിരിക്കണ്ടം മൈതാനത്തിന് വാടക എത്രയാണ്? അപ്പോൾ ഇത് ഇവരുടെ ഭോഷ്കാണ്. ഈ CPM-ന് അറിയില്ല എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം. ഒന്ന്, ഇതിൻ്റെ കൂടെ കൂടി നോക്കി അവർ ശ്രീകൃഷ്ണനെ മതേതരനാക്കിയിട്ട് ഒരു മൗലികയൊക്കെ കൂടെ നിർത്തിയിട്ട് ശോഭായാത്ര നടത്തി നോക്കി. അത് മൂക്കും കുത്തി വീണു ആ പ്രസ്ഥാനം. അതുപോലത്തെ ഭോഷ്കിനൊന്നും നിൽക്കാൻ ആളെ കിട്ടാതെയായി. പിന്നെ ഇനിയിപ്പോൾ ചെയ്യാമെന്ന് വെച്ചാൽ ആവുന്നത്ര സ്ഥലത്ത് ഇത് തടസ്സപ്പെടുത്തുക. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കും. മിക്കവാറും ഈ വർഷമോ അടുത്ത വർഷമോ വരാൻ പോകുന്നത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് നേർക്ക് കല്ലേറുണ്ടാവും. 1-2 സ്ഥലത്ത് കല്ലേറുണ്ടായി കഴിയുമ്പോൾ അടുത്ത ശ്രീകൃഷ്ണ ജയന്തിക്ക് ഈ ആഘോഷക്കാർ തിരിച്ചങ്ങോട്ട് കല്ലെറിയും. അപ്പോൾ കിട്ടി. പിന്നെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രകൾ നിരോധിക്കുക. അത് കോടതിയിൽ പോവുക, കോടതി അതിലിടപെടുക. ഇങ്ങനെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ശ്രീകൃഷ്ണ ജയന്തി ഇല്ലാതാക്കാൻ ഇവർ നോക്കും. കാരണം ഇവർ പറയുന്നത് ഇത് രാഷ്ട്രീയമാണ്, കൊച്ചു കുട്ടികളെ കൊണ്ട് രാഷ്ട്രീയം. അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. എത്രയോ ഇവരുടെ തന്നെ ആൾക്കാർ പന്ന്യൻ രവീന്ദ്രനൊക്കെ വഴിയിൽ നിന്ന് കുട്ടികളെ എടുത്ത് താലോലിക്കുന്ന ഫോട്ടോയൊക്കെ വന്നതാണ്. അപ്പം അന്നൊന്നുമില്ലാത്ത പരിഭ്രമം ഇന്നുണ്ടാവാൻ എന്താ? അവർക്ക് എല്ലാം രാഷ്ട്രീയ കണ്ണിലൂടെ അവർക്ക് കാണാൻ പറ്റുള്ളൂ. അവർക്കവരുടെ സ്വന്തം ഒരു ബാലസംഘമുണ്ട്. അതിൻ്റെ ശോഭായാത്ര അവർ സംഘടിപ്പിക്കട്ടെ. പക്ഷേ അവർക്ക് കൃഷ്ണൻ തൊട്ടുകൂടാത്തവനാണ്, രാമൻ തൊട്ടുകൂടാത്തവനാണ്. ആകെ അവർക്ക് തൊടാവുന്നത് അലാഹുവാണ്. അലാഹുവിൻ്റെ ഒരു ചിത്രം വരയ്ക്കാനും പാടില്ല. പിന്നെ എന്ത് വെച്ച് ഘോഷയാത്ര നടത്തും? ഇതൊക്കെയാണ് CPM-നെ കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ. CPM-ൻ്റെ സാംസ്കാരിക പ്രതിസന്ധി ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. ഹിന്ദു എന്താണ് എന്നവർ മനസ്സിലാക്കുന്നവരെ. അവരിപ്പോൾ ഒരു പാർട്ടി ആഫീസ് പിടിച്ചെടുക്കുന്ന ലാഘവത്തോടെയാണ് അവർ പാർട്ടിക്കാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അമ്പലങ്ങൾ പിടിച്ചെടുക്കുക. അമ്പലങ്ങൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഭരണത്തിൽ കൈയിടാൻ അവസരം കിട്ടും എന്നുള്ളതല്ലാതെ വേറെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആധ്യാത്മികതയെ നിങ്ങൾക്ക് തൊടാനും പിടിക്കാനോ പറ്റില്ലല്ലോ. അത് മനുഷ്യരുടെ ഉള്ളിലുണ്ടാവുന്നതാണ്. അതിനെ എങ്ങനെ നിങ്ങൾ നിയന്ത്രിക്കും? ആധ്യാത്മികതയെ ഇല്ലാതാക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇവർ മതേതരത്വം നടത്തുന്നത്. പക്ഷേ ആ മതേതരത്വം ക്ലിക്ക് ചെയ്യുന്നില്ല. മതേതരത്വം ക്ലിക്ക് ചെയ്യണമെങ്കിൽ അവർ ഈക്വലി ഇസ്ലാമിനെയും ട്രീറ്റ് ചെയ്യണം. അതവർക്ക് സാധ്യമല്ല. ഇപ്പോൾ DYFI ഒരു പോർക്ക് ചലഞ്ച് നടത്തി എന്ന് വിചാരിച്ചിട്ടൊന്നും അത് മാറാനൊന്നും പോകുന്നില്ല.
റാഡിക്കൽ ഇസ്ലാമിൻ്റെ പിടിയാണ് CPM-ന് വീണിരിക്കുന്നത്. അതിൽ നിന്ന് അവർക്ക് മോചനമില്ല. ഇനി അവർ വിചാരിച്ചാൽ നടക്കില്ല അത്. കാരണം അവരുടെ യങ് ജനറേഷൻ എല്ലാം ഇതിൽ അട്രാക്റ്റഡായി. അവിടെയെല്ലാം റാഡിക്കൽ ഇസ്ലാമിൻ്റെ ആൾക്കാർ വേണ്ടപ്പെട്ട പൊസിഷനിലൊക്കെ എത്തിക്കഴിഞ്ഞു. ജില്ലകൾ ഓരോന്നായിട്ട് ഇസ്ലാമിൻ്റെ കയ്യിൽ പോയി. കൊല്ലം ജില്ല പോയി, ആലപ്പുഴ ജില്ല നേരത്തെ പോയി, എറണാകുളം ജില്ല പോയി എന്ന് പറയാറായിട്ടില്ല, പക്ഷേ അവരുടെ ഗ്രിപ്പിലാണ് CPM-ൻ്റെ CPM എറണാകുളം ജില്ല. അപ്പം ഇങ്ങനെ ഓരോ ജില്ലയായിട്ട് ഇസ്ലാമിന് കീഴടങ്ങുന്നു. അത് എങ്ങനെ അവർ നേരിടും? അപ്പോൾ കൂടുതൽ ഹിന്ദുവിൻ്റെ നെഞ്ചത്തേക്ക് കയറും. ഇപ്പോൾ ഹിന്ദു വോട്ട് നഷ്ടപ്പെടും. ഇപ്പോൾ ഹിന്ദു വോട്ട് നഷ്ടപ്പെടുന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് പോളിറ്റ് ബ്യൂറോ ഒരു പ്രസ്താവന ഇറക്കി. കേരളത്തിൽ അതാരും മിണ്ടിയില്ല, ബട്ട് ഡൽഹിയിൽ അത് മിണ്ടി. കാരണം ബംഗാളികൾ പറഞ്ഞു കേരളത്തിലും ബംഗാളിലും നമ്മുടെ പാർട്ടി തകർന്നടിഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്, നമ്മൾ ഹിന്ദുക്കളെ വല്ലാതെ വെറുപ്പിച്ചു. ആ പ്രമേയം വായിച്ചപ്പോൾ എനിക്ക് തോന്നി ബംഗാളിയൊന്നുമല്ല, നമ്മളുടെ മലയാളി MA ബേബിയാണ് അത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഷ കണ്ടത്. പക്ഷേ പേരാരുടെയും പറഞ്ഞിട്ടില്ല. ബട്ട് ഇതാണ് CPM-ൻ്റെ സ്ഥിതി. അവർ പിശാചിനും കടലിനും നടുക്കാണ്. അവർക്ക് ഹിന്ദു വോട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. റാഡിക്കൽ ഇസ്ലാമിൻ്റെ പിടിയിൽ നിന്ന് മോചനം സാധ്യവുമല്ല. റാഡിക്കൽ ഇസ്ലാം ഇതിന് പിടി മുറുക്കും തോറും കൂടുതൽ ഇതുപോലത്തെ ഹിന്ദു വിരുദ്ധ ക്യാമ്പയിൻ അവർക്ക് നടത്തേണ്ടി വരും. അത് നടത്തും തോറും ഉള്ള ഹിന്ദുക്കളും കൂടെ അകന്നു പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു മുസ്ലിം പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ബ്രാക്കറ്റിൽ മുസ്ലിം ആയിട്ട് മാറും. അതാണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതലും ഈ പറയുന്ന BJP വിശ്വാസികളോ അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിൽ അങ്ങ് അടിയുറച്ച് വിശ്വസിക്കുന്നവരോ അങ്ങനെയല്ല, CPM-നുള്ളിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരുണ്ട്. അവരുടെ തങ്ങളുടെ കുട്ടികളെ അമ്പാടിക്കണ്ണനായിട്ട് അല്ലെങ്കിൽ രാധമാരായിട്ടൊക്കെ ഒരുക്കി ഫ്ലോട്ടുകളൊക്കെ തള്ളിക്കൊണ്ടുപോയി അതൊക്കെ ചെയ്യുന്നത് ഈ CPM-നുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകർ തന്നെയാണ്. അപ്പോൾ അവരെ കൂടെ നിർത്താനാണ് P. ജയരാജൻ CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ വലിയൊരു മുന്നേറ്റം നടത്തി. ഞങ്ങളും ഇനി ശ്രീകൃഷ്ണ ജയന്തി നടത്തുന്നു എന്നൊക്കെ പറയും. പക്ഷേ അന്നും ഈ പറയുന്ന CPM-കാരൊന്നും അവരോടൊപ്പമല്ല നിന്ന്, ബാലഗോകുലം എന്ന് പറയുന്ന ഒരു സംഘത്തോടൊപ്പമാണ് നിന്ന്. ആ രീതി തന്നെയല്ല ഇനിയും തുടരാൻ സാധ്യത. ഇവരെത്ര ശ്രമിച്ചാലും അതിനെ തടയാൻ പറ്റുമോ? പറ്റില്ല. അതിന് കാര്യം എന്താണെന്നറിയോ? ഇതിലെ വാക്കുകളൊന്നും ഇവർക്ക് പിടിയില്ല. ഒരു ക്ഷേത്ര സംബന്ധമായ ചില വാക്കുകളുണ്ടല്ലോ, തീർത്ഥം, പ്രസാദം, പ്രദക്ഷിണം, കൊടിമരം, ദീപാരാധന, ബലിക്കല്ല്, ഇതുപോലുള്ള പ്രാഥമികമായ കാര്യങ്ങൾ എന്താണെന്ന് CPM നേതാക്കൾക്ക് അറിഞ്ഞുകൂടാ. ഇതറിയാതെ നിങ്ങൾക്ക് ക്ഷേത്രവിശ്വാസികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഇടയിൽ CPM-ലെ തന്നെ ക്ഷേത്രവിശ്വാസികളെ അവർക്ക് അഭിസംബോധന ചെയ്യണമെങ്കിൽ ഈ വക വാക്കുകളും പ്രയോഗങ്ങളും അറിഞ്ഞിരിക്കണം. അതിവർക്ക് അറിയില്ല. അതുകൊണ്ട് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ശരിയാവുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർ ബാലഗോകുലത്തിൻ്റെ കൂടെ തന്നെ പോകും. കാരണം അവിടെ പോകുമ്പോഴേ അവർക്കൊരു തൃപ്തി കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അവർ ബാലഗോകുലത്തിൻ്റെ കൂടെ പോകുന്നു. ഇവരുടെ കലാപരിപാടി ഒരു പൊളിറ്റിക്കൽ പരിപാടിയായിട്ട്, ഒരു പാർട്ടി പരിപാടി എന്നുള്ള രീതിക്ക് അവർ കാണുന്നു. പാർട്ടി പരിപാടി മാറിയിട്ട് ഹിന്ദു മതത്തിൻ്റെ, ഹിന്ദു സംസ്കാരത്തിൻ്റെ ഒരു പരിപാടിയാണ് എന്നുള്ള രീതിക്ക് അവർ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് പ്രയോജനമുണ്ടാകും. പക്ഷേ അത് ചെയ്യാനുള്ള സാമർഥ്യം അവർക്കില്ല. പണ്ട് മുതലേ ഇതിനെ ശപിച്ചും വഴക്ക് പറഞ്ഞും പിടിച്ചും അവിടെ പോകാതെയും അമ്പലത്തിൽ കയറാതെ നിരീശ്വരവാദിയാകുകയും ഹിന്ദു ദൈവങ്ങളെ നിരന്തരം ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ട് ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ ഇവർക്ക് പരിചയമില്ല. അതുകൊണ്ടാണ് രാധാകൃഷ്ണൻ ശബരിമലയിൽ പോയപ്പോൾ തീർത്ഥം വാങ്ങിച്ചിട്ട് ഇങ്ങനെ അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പലരും ധരിച്ചത് അയാൾ അയ്യപ്പനെ അപമാനിക്കുക, അങ്ങനെയല്ല. അയാൾക്ക് അറിയില്ല ഇതെന്താ ചെയ്യണത്, കണ്ടിട്ടില്ല എന്നുവരെ ജീവിതത്തിൽ, കയറിയിട്ടില്ല അമ്പലത്തിൽ, ആദ്യമായിട്ടാണ് അമ്പലനടയിൽ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാവരും വാങ്ങുന്ന കണ്ടിട്ട് പുള്ളിയും വാങ്ങിയിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് കയ്യിലങ്ങ് തുടച്ചു. അത്രയ്ക്ക് പാത്തറ്റിക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നോളജ് അബൌട്ട് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് ആസ് വെൽ ആസ് ഈ ചടങ്ങ്. ഇതുപോലെയൊക്കെ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ
പ്രദക്ഷിണം ക്ലോക്ക് വൈസ് ആണ് എന്ന് CPM അറിയില്ല. ഇതാരും പറഞ്ഞു കൊടുക്കാറില്ല. ഏതെങ്കിലും ഹിന്ദുവിന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഒന്നുമില്ല. നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്ലോക്ക് വൈസ് ആണ്. ഇവർക്കിത് അറിയില്ല. ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് നടക്കും. ഇപ്പോൾ 1-2 തവണ ഏതെങ്കിലും ആവശ്യത്തിന് നടന്നു പോവുകയാണെന്ന് നോക്കി. ആൻറ്റി ക്ലോക്ക് വൈസ് പാടില്ല എന്ന് നിയമമൊന്നുമില്ല. ആൻറ്റി ക്ലോക്ക് വൈസും ഒരാൾക്ക് പ്രദക്ഷിണം നടത്താം. അമ്പലത്തിൽ നമ്മുടെ ഒരു സുഹൃത്തിനെ കാണുന്നില്ല, നമ്മൾ ചിലപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് നടന്നിപ്പം കാണുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് നടക്കും. തെറ്റൊന്നുമില്ല, അത് നിരോധിക്കപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ ഒരാൾ തൊഴാൻ വരുന്ന ഒരാൾ ആൻറ്റി ക്ലോക്ക് വൈസ് നടക്കുമ്പോൾ അത് പ്രശ്നമാണ്. ആളുകൾക്ക് മനസ്സിലാവും ഇവനെന്തോ കള്ളത്തരം കാണിക്കാൻ വന്നതല്ലാതെ ഭക്തിയും സംഗതിയും കൊണ്ടൊന്നും വന്നതല്ല. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പത്തിലാണ് പാർട്ടി പോയി ചാടുന്നത്. കണ്ടാൽ നമുക്ക് വളരെ സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ അവരുടെ ധർമ്മസങ്കടം വല്ലാതെ വലുതാണ്. അത് മാറണമെങ്കിൽ അവരവരുടെ സ്വന്തം വേരുകളിലേക്ക് തിരിച്ചു വരണം. ഈ ഇൻ്റർനാഷണൽ വേരുണ്ട് അവരുടെ, അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക്, ഇന്ത്യൻ സ്റ്റേറ്റ് ബാങ്ക്. ഇതുപോലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കൊറിയ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സംതിങ് എൽസ്, ഇതാണ് അവരുടെ സ്വഭാവം. അപ്പോൾ അത് മാറ്റിയിട്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇന്ത്യൻ വേർഷൻ ആയിട്ട് അവർ മാറണം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ആ നിമിഷം അവർ ദേശീയതയുള്ളവരായിട്ട് മാറും. ദേശീയത അവർക്ക് അലർജിയാണ്, സാർവദേശീയതയാണ് അവരുടെ അടിത്തറ, ഇൻ്റർനാഷണലിസമാണ്. ഇപ്പോൾ ഈ കോൺട്രഡിക്ഷൻസൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? അതാണ് പാർട്ടി അനുദിനം ക്ഷീണിച്ചു വരുന്നത്. അത് ഈ വെറുതെ ഒരു അമ്പലപ്പറമ്പ് ഞാൻ തരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ ആവില്ല. അമ്പലപ്പറമ്പ് തന്നില്ലെങ്കിൽ അവർ വേറെ പറമ്പിലേക്ക് പോകും, അല്ലാതെ വേറെ നിങ്ങളുമായിട്ട് വഴക്കിടാനൊന്നും അവർ വരില്ല. ഈ CPMൻ്റെ ലോക്കൽ കമ്മിറ്റി വരെയുള്ള അംഗങ്ങൾ അവർ ഈ അമ്പല കമ്മിറ്റികളിൽ ചെല്ലണം, ഭാരവാഹിയാണ്, നിങ്ങൾ ആ കമ്മിറ്റിയിൽ അംഗങ്ങളാണ്, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഈ ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോൾ ഈ പറയുന്ന ബാലഗോകുലത്തിനൊപ്പം ചെല്ലുന്നു. കാരണം നിങ്ങൾ തന്നെ പാർട്ടി പറഞ്ഞതാണല്ലോ ഈ ക്ഷേത്ര ആചാരങ്ങളുമായിട്ടൊക്കെ നിങ്ങൾ ഇഴുകി ചേരണമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇതുമായി പങ്കെടുത്തിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ പാർട്ടി വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോവുകയല്ലേ? അതെ, പോകുമല്ലോ. അങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ ഇവർ അപ്രസക്തരായിപ്പോയത്. പണ്ട് വലിയ പ്രതാപശാലികളായിരുന്നല്ലോ. ബീഹാറിൽ, പഞ്ചാബിൽ ഒക്കെ വലിയ പ്രതാപശാലികളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ചും വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർ നശിഞ്ഞ് നാറാണക്കൽ പിടിച്ചു പോയി. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ 1967 ജനസംഘവുമായിട്ട് ഇവർ കൂട്ടുകൂടി. ജനസംഘത്തിന് ഈ അൺടച്ചബിലിറ്റി ഇല്ല. ബി ജെ പിക്ക് ഒരു പാർട്ടി അൺടച്ചബിൾ അല്ലല്ലോ. ജനസംഘവും സോഷ്യലിസ്റ്റ് പാർട്ടിയും CPI, CPM ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു അവിയൽ മുന്നണിയായിരുന്നു സംയുക്ത വിധായകദൾ. ആ പരീക്ഷണം നടത്തി 1-1.5-2 വർഷമൊക്കെ ഭരിച്ചു. പിന്നെ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, താഴെ വീണു മന്ത്രിസഭയെല്ലാം. അപ്പോൾ അതിൽ പങ്കെടുത്തതോടുകൂടി ഇവരുടെ വേര് പറഞ്ഞു പോയി. അവിടെ ജനസംഘത്തെ ആലിംഗനം ചെയ്തത് ഒരു ധൃതരാഷ്ട്ര ആലിംഗനമായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. അതിനുശേഷമാണ് CPM ഇത്രയധികം ആൻറ്റി BJP ആവുന്നത്. കാരണം അവരുടെ വേര് പറിച്ചത്. ഇവിടെയും കേരളത്തിലും BJP അൺടച്ചബിളായിട്ട് നിർത്താനായിട്ട് വല്ലാതെ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? BJP ഒരല്പം മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ ആർത്തലച്ച് BJPയിൽ ചേരുമെന്ന് ഇവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് BJP എല്ലായിടത്തും കോൺഗ്രസ് ജയിച്ചാലും വേണ്ടില്ല BJP തോൽക്കണം എന്നുള്ള മട്ടിൽ അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പരിഭ്രമവും അതുകൊണ്ടാണ്. BJP അങ്ങനത്തെ ഒരു പാർട്ടിയാണ്. അവരുമായിട്ട് അടുത്താൽ അകലാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്ഷേത്രമോ ക്ഷേത്ര കമ്മിറ്റിയോ വിചാരിച്ചാൽ ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ പകിട്ടും കുറയ്ക്കാൻ പറ്റും? ഒന്നുമില്ല. അപ്പോൾ ഇവരുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങോട്ടാണെന്നുള്ളതൊക്കെ വരും ദിവസങ്ങൾ നമുക്ക് വ്യക്തമാകും. നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.